ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന എന്നാൽ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ എങ്ങനെ പറയാം, നമ്മളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നീ എവിടെ എന്ന് ചോദിക്കാറുണ്ടല്ലേ. വേർ ആർ യു, നീ എവിടെ, വേർ ആർ യു. അപ്പോൾ പറയാണ് ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഐ എം ഹിയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ എം ഹിയർ, ഞാനിവിടെ ഉണ്ട്. ഇനി ഇപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ എം ഹിയർ നൗ. ഓക്കെ, ഐ എം ഹിയർ നൗ, ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഓക്കെ, ഇനി എന്നെ എന്തിനു വിളിച്ചത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എന്നെ എന്തിനു വിളിച്ചത്. വൈ ഡു യു കോൾ മീ, വൈ ഡു യു കോൾ മീ, എന്നെ എന്തിനു വിളിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമൊന്നുമില്ല, ചുമ്മാ വിളിച്ചതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നുമില്ല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയാ, നത്തിങ് അല്ലേ, നത്തിങ്. ഇനി വേണമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയി നത്തിങ് അറ്റ് ഓൾ, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നത്തിങ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, വേഗം വരൂ. നമ്മളൊക്കെ ഒരാളോട് പറയും വേഗം വരൂ. ഇപ്പൊ ബസ് കാത്തിക്കാണ്, ബസ് വരാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് വേഗം വരൂ. അതിന് കം ഫാസ്റ്റ് എന്ന് പറയാം, കം ക്വിക്കലി എന്ന് പറയാം, കം സൂൺ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കം ഫാസ്റ്റ്, കം ക്വിക്കലി. ഓക്കെ, കം സൂൺ, പെട്ടെന്ന് വരൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇപ്പോൾ വരാം അല്ലേ, നമ്മളവർക്ക് റിപ്ലൈ കൊടുക്കുകയാണ്, ഇപ്പോൾ വരാം. ഐ എം കമ്മിങ് നൗ, ഐ എം കമ്മിങ് നൗ, ഇപ്പോൾ വരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാളെ കണ്ടുമുട്ടി, ആ സമയത്ത് സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മേ ബി പുതിയ ആളുകളായിരിക്കാം അല്ലെ, ഒരു പുതിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു പുതിയ റിലേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ദമ്പതികൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് എന്തെങ്കിലും പറയോ എന്ന് പറയാറുണ്ട്. സേ സംതിങ്, എന്തെങ്കിലും പറയോ, എന്തെങ്കിലും പറയോ, സേ സംതിങ്. ഓക്കെ, ഞാൻ എന്താ പറയാ, ഞാൻ എന്താ പറയാ എന്നെങ്ങനെ പറയാ, വാട്ട് ഷുഡ് ഐ സേ, വാട്ട് ഷുഡ് ഐ സേ, ഞാൻ എന്താ പറയാ. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിനക്കൊന്നും പറയാനില്ലേ, നിനക്കൊന്നും പറയാനില്ലേ എന്നെങ്ങനെ ചോദിക്കുക, ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ, നിനക്കൊന്നും പറയാനില്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ പോകാനിരിക്കുകയാണ്, പഠിച്ചിട്ടുണ്ടല്ലേ, ഞാൻ പോകാനിരിക്കുകയാണ്, ഞാൻ പറയാനിരിക്കുകയാണ്, ആ ഒരു നിമിഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ എം അബൌട്ട് ടു ലീവ്, ഐ എം അബൌട്ട് ടു ലീവ്, ഞാൻ പുറപ്പെടാനിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ വന്നിട്ട് പറയാം, ഞാൻ വന്നിട്ട് പറയാം, അതായത് ഞാൻ വന്നതിന് ശേഷം പറയാം എന്നാണ്. സോ ഐ വിൽ ടെൽ യു ആഫ്റ്റർ ഐ കം, ഐ വിൽ ടെൽ യു ആഫ്റ്റർ ഐ കം, ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ്, വെറുതെ ഇരിക്കല്ലേ അല്ലെങ്കിൽ വെറുതെ ഇരിക്കരുത്. പഠിക്കുന്ന മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, വെറുതെ ഇരിക്കല്ലേ, വെറുതെ ടൈം പോക്കല്ലേ, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. വെറുതെ ഇരിക്കല്ലേ, ഡോണ്ട് ജസ്റ്റ് സിറ്റ് ഐഡൽ, ഡോണ്ട് ജസ്റ്റ് സിറ്റ് ഐഡൽ. ഐഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറുതെ ഇരിക്കുക, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഐഡൽ എന്ന് പറയുന്നത്. അപ്പം ഡോണ്ട് ജസ്റ്റ് സിറ്റ് ഐഡൽ, വെറുതെ ഇരിക്കല്ലേ. ഇനി സമയം കളയല്ലേ എന്ന് പറയുകയാണെങ്കിലോ, ഡോണ്ട് വേസ്റ്റ് ടൈം, ഡോണ്ട് വേസ്റ്റ് ടൈം. ഓക്കെ, ഞാൻ എന്തു ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഷുഡ് ഐ ഡു, വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല അല്ലെ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. നമുക്ക് ഈസിയാണ്. കുറച്ച് കഴിഞ്ഞു വാ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വാ എന്ന് പറയാറുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് വാ, അതായത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വാ എന്നാണ്. കം ആഫ്റ്റർ സം ടൈം, കം ആഫ്റ്റർ സം ടൈം, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പം കം ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഓക്കെ, നെക്സ്റ്റ്, ആരാ ഭക്ഷണം കഴിച്ചത്. നമ്മൾ വന്നപ്പോണ്ട് ടേബിളിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാതിട്ടിരിക്കുന്നു, പോകുമ്പോൾ നല്ല ക്ലീൻ ആക്കി ഇട്ടതാണ്. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് ആരാ ഭക്ഷണം കഴിച്ചത്, ഇങ്ങനെ ചോദിക്കുക. കഴിച്ചത് എന്നാണ്, പാസ്റ്റ് ആണ്. ഹു ഏറ്റ് ദ ഫുഡ്, ഹു ഏറ്റ് ദ ഫുഡ്, ആര് ഭക്ഷണം കഴിച്ചത്. അവൻ ഭക്ഷണം കഴിച്ചു, അവൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഹേ ഏറ്റ് ദ ഫുഡ് എന്ന് പറയാം. ഹേ ഏറ്റ് ദ ഫുഡ്, അവൻ ഭക്ഷണം കഴിച്ചു. ഞാനല്ല ഭക്ഷണം കഴിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് ഏറ്റ് ദ ഫുഡ്, ഐ ഡിഡ്ന്റ് ഈറ്റ് ദ ഫുഡ് അല്ലെ, ഞാനല്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നാണല്ലോ. കറി ഉണ്ടായിരുന്നോ, കറി ഉണ്ടായിരുന്നോ അല്ലേ, കറി ആയത് കൊണ്ട് തന്നെ നമുക്കവിടെ വാസ് ദർ കറി അല്ലെ. കറി എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. സോ വാസ് ദർ കറി, കറി ഉണ്ടായിരുന്നോ. അതിന്റെ ഒരു ആൻസർ പറയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ പറയാം, കറി ഉണ്ടായിരുന്നു. വാസ് ദർ എന്നുള്ളതിന് ദർ വാസ് എന്ന് പറയാം. ദർ വാസ് കറി, കറി ഉണ്ടായിരുന്നു. സിമ്പിൾ ആണ്. അവൻ എവിടെ, നേരത്തെ നീ എവിടെ എന്ന് ചോദിച്ചു, ഇനി അവൻ എവിടെ, വേർ ഈസ് ഹി, വേർ ഈസ് ഹി, അവൻ എവിടെ. അവൻ കാറിലുണ്ട് എന്ന് പറയുകയാണെങ്കിലോ,
അവൻ കാറിലുണ്ട്. ഹേ ഈസ് ഇൻ ദ കാർ. ഹേ ഈസ് ഇൻ ദ കാർ. അവൻ കാറിലുണ്ട്. ഇനി പറയാണ് കാറ് വന്നു. കാറ് വന്നു. കാറ് വന്നു, അതായത് കാറ് വന്നിട്ടുണ്ട്, കാർ എത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ദ കാർ ഹാസ് കം. കാർ ഹാസ് കം എന്ന് വേണം പറയാൻ കേട്ടോ. കാർ കെയും എന്നല്ല പറയേണ്ടത്. കാർ ഹാസ് കം. ദ കാർ ഹാസ് കം. കാർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാർ ഹാസ് അറൈവ്ഡ് എന്ന് പറയാം കേട്ടോ. കാർ എത്തിയിട്ടുണ്ട്. ദ കാർ ഹാസ് അറൈവ്ഡ്. ഓക്കെ. ദ കാർ കെയും. കാർ വന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ കാറ് വന്നു കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. പൊതുവായിട്ട് ഇപ്പൊ നമ്മളിപ്പോ കാർ എത്തിയ ഉടനെയാണ് നമ്മളിപ്പോ ഒരാളോട് പറയാണ്, കാർ എത്തിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, കാർ വന്നിട്ടുണ്ട്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ദ കാർ ഹാസ് അറൈവ്ഡ് ഓർ ദ കാർ ഹാസ് കം എന്ന് പറയാം. അല്ലെങ്കിൽ കാർ ഇവിടെ ഉണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ദ കാർ ഈസ് ഹിയർ. അല്ലേ? ദ കാർ ഈസ് ഹിയർ. കാർ ഇവിടെ ഉണ്ട്. ഓക്കെ. ഞാൻ 6 മണിക്ക് വരാം, ഞാൻ 7 മണിക്ക് വരാം, ഞാൻ 9 മണിക്ക് വരാം എന്ന് നമ്മളൊരു കൃത്യസമയം പറയാറുണ്ടല്ലോ. ഞാൻ 6 മണിക്ക് വരാം. ഐ വിൽ കം അറ്റ് 6 o'clock. ഐ വിൽ കം അറ്റ് 6 o'clock. അല്ലേ? ഐ വിൽ കം അറ്റ് 9 o'clock. ഐ വിൽ കം അറ്റ് 2 o'clock. ഞാൻ ഈ സമയത്ത് വരാം എന്നുള്ളൊരു കൃത്യസമയമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ 6 മണിക്ക് വരാം. ഐ വിൽ കം at 6 o'clock. ഓക്കെ. വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന ചെറിയ സെന്റൻസുകളാണ്. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാണ്, ഞാൻ വന്നിട്ട് പറയാം, ഞാൻ എന്തോ തിരക്കിലാണ്, അപ്പൊ ഞാൻ പറയാം ഞാൻ വന്നിട്ട് പറയാം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറൊക്കെ ഇപ്പം വരുന്നത് വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോസും കാണുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, തന്ന ക്വസ്റ്റ്യന്റെ സെന്റൻസ് കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുതിയ ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വെർബ് എന്ന് പറയുന്നത് ഡ്രൈവ് എന്നാണ്. കാണാത്തവർക്കായിട്ട് നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിന്റെ എല്ലാ ഫോമും ഒന്ന് പഠിച്ചു വെക്കുക, സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.